മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട്ട് നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, കോഴിക്കോട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അത് LDFിൻ്റെ കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അവിടെയൊക്കെ UDF ശക്തി കടന്നു വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പദ്ധതികൾ എന്തൊക്കെയാണ് വോട്ടുറപ്പിക്കാൻ? കോഴിക്കോട് ജില്ല പരമ്പരാഗതമായി കുറച്ച് വർഷങ്ങളായി തന്നെ LDFിൻ്റെ കൈവശമിരിക്കുന്ന ജില്ലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13-ൽ 11 LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. 2 ഇടത്ത് മാത്രമാണ് UDFിന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് RMPയുടെ സ്വാധീന കേന്ദ്രമായ വടകരയിലും ഒപ്പം കൊടുവള്ളിയിലും MK മുനീറായിരുന്നു അവിടെ സിറ്റിംഗ് MLA. അദ്ദേഹം കോഴിക്കോട് സൗത്തിലേക്ക് ഇത്തവണ വരും എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് സീറ്റ് നൽകാത്ത സാഹചര്യം, അവിടെ PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് മത്സരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ കണക്കിലെ കളികൾക്കപ്പുറം ഇത്തവണ കുറച്ചുകൂടി ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നു എന്ന വിവരങ്ങളാണ് നമ്മൾക്ക് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ 2 മണ്ഡലം. ഒന്ന് ബേപ്പൂർ ആണ്. അവിടെ പിണറായി വിജയനും മരുമോനത്തിനുമെതിരായ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചാണ് PV അൻവർ ഇടതുപാളയത്തിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു വോട്ടുകൾ നേടി വിജയിച്ച MLA ഇത്തവണ മറുചേരിയിൽ നിന്ന് UDFിൻ്റെ കരുത്തനായ ആളായി അല്ലെങ്കിൽ അവരുടെ ഒരു വക്താവായി തന്നെ മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബേപ്പൂരിലാണ് അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് അവിടെ ഉള്ളത്. കോലീബീസൊക്കെ കാലത്ത് പോലും മറിച്ചിടാൻ കഴിയാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ എന്ത് കാറ്റടിച്ചാലും ബേപ്പൂർ മറിയില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പുള്ളത്. ഒപ്പം LDF കൺവീനർ മത്സരിക്കുന്ന പേരാമ്പ്രയിലാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടം. അവിടെ യൂത്ത് ലീഗിൻ്റെ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നു. ലീഗിലെ തന്നെ അല്ലെങ്കിൽ വനിതാ ലീഗ് ആളുകൾ പോലും എതിർത്ത് രംഗത്തെത്തിയിട്ടും അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഫാത്തിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അവിടെ മറ്റ് വികസന വിഷയങ്ങൾക്കൊക്കെ അപ്പുറം മതം ഏറ്റവും വലിയ ചർച്ചയായി മാറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയാണ് പേരാമ്പ്ര. അവിടെ തങ്ങളുടെ കൗവിലക്കുട്ടി എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി LDF അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ പ്രചാരണം നടത്തുന്നു. പിന്നീട് അതിനെതിരെ പരാതി നൽകുന്നു. മറുവശത്തു നിന്നും LDF ക്യാമ്പിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് വോട്ട് പിടിച്ചെന്ന് ആരോപിച്ച് പരാതിക്കാർ LDF ഔദ്യോഗികമായി പരാതി നൽകിയില്ലെങ്കിൽ പോലും മറ്റ് വ്യക്തിപരമായ പരാതികൾ ലഭിക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയ മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLAമാർ പോലുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇടുക്കി പോലുള്ള മറ്റൊരു മണ്ഡലമാണ് കോഴിക്കോട്. സുജനപാലും P ശങ്കരനും കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും MLAമാർ കോൺഗ്രസിന് ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തവണ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഒന്നിലധികം MLAമാർ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടാവും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞ് അത് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത്തരം പ്രതീതി ജനിപ്പിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കോഴിക്കോട് സൗത്തും നോർത്തും. മറ്റിടങ്ങളിൽ കാര്യമായി BJPക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. പക്ഷേ നഗര കേന്ദ്രീകൃതമായ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 7 കോർപ്പറേഷൻ വാർഡുകൾ BJP പിടിച്ചെടുത്ത കോഴിക്കോട് നോർത്തിൽ എന്ത് സംഭവിക്കും എന്നത് വലിയ ആകാംക്ഷയായി ഇപ്പോഴും അവശേഷിക്കുന്നു. അവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന സിറ്റിംഗ് MLAയും K ജയന്ത് എന്ന കോൺഗ്രസ് നേതാവും നവ്യ ഹരിദാസ് കുറച്ച് നാളുകളായി തന്നെ BJPയുടെ ഒരു മുഖമായി മാറിയിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ച നവ്യ ഹരിദാസാണ് അവരുടെ സ്ഥാനാർത്ഥി. ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ്. നിശബ്ദ പ്രചരണ ദിവസം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിന് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ ഉൾപ്പെടെ സന്ദർശിച്ചാവും വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ. മധ്യകേരളത്തിൽ മുന്നണികൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകളുടെ വിവരവുമായി G ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കേരള കോൺഗ്രസുകളുടെ പോരാട്ടം, കോൺഗ്രസിനും അവിടെ വലിയ സ്വാധീനമുള്ള സ്ഥലം, സമീപകാലത്തായി NDA പല സ്ഥലങ്ങളിലും നടത്തിയ കടന്നുകയറ്റം, ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഏറെ ശ്രദ്ധേയമാകുന്ന നിരവധി മണ്ഡലങ്ങൾ ഈ മേഖലയിലുണ്ട്. നിശബ്ദ പ്രചരണ ദിവസവും തങ്ങളുടേതാക്കി മാറ്റാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഉള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാലങ്ങളായി UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെയും മധ്യ കേരളം വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു. പത്തനംതിട്ടയും ഒപ്പം തന്നെ ഇടുക്കിയും കോട്ടയത്തുമൊക്കെ പരമാവധി സീറ്റുകൾ UDFന് ലഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം മുതൽ അത് കഥ മാറുന്നു. കോട്ടയത്തും ഒപ്പം തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയും ഒക്കെ പരമാവധി സീറ്റുകൾ
LDFിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഏതാണ്ട് 5 സീറ്റും പത്തനംതിട്ടയിൽ തൂത്തുവായിരുന്നു LDF. കോട്ടയത്ത് ഭൂരിപക്ഷം സീറ്റുകളും അങ്ങനെ LDF നേടുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആശ്വാസമായി ഉണ്ടായിരുന്നത് കടുത്തുരുത്തിയിലെയും ഒപ്പം തന്നെ കോട്ടയത്തെയും പുതുപ്പള്ളിയിലെയും ഒക്കെ ജയങ്ങളാണ്. പാലയിൽ ജോസ് കെ മാണി അട്ടിമറിച്ച് കാപ്പന് ജയിക്കാനായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമല്ല ഘടകം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് BJPയുടെ സ്വാധീനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. പാല, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലകളിൽ, കോട്ടയം ജില്ലയിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഷോൺ ജോർജ് പാലയിൽ വലിയ പ്രചരണത്തിലടക്കം കാര്യമായി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ത്രികോണ പോരാട്ടം ഉണ്ടാകുന്നു. വൈക്കം പോലെ NDAക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ മുൻ MLA CPI MLA തന്നെ കൊണ്ടുവന്ന് വലിയ മത്സരത്തിന് ശ്രമം നടത്തുന്നു. വൈക്കത്ത് ഏറ്റവും ഒടുവിലുണ്ടായ CPI ഓഫീസിലുണ്ടായ കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താഴെത്തട്ടിൽ വലിയ പ്രചരണായുധമായി മാറുന്ന സാഹചര്യം ആണുള്ളത്. സമാനമാണ് കോട്ടയത്തിന്റെ പരിസരത്തുള്ള തിരുവല്ലയും ആറന്മുളയും ഒക്കെ വലിയ ത്രികോണ പോരാട്ടത്തിന് വേദിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകൾ അത് തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളുള്ളത്. അപ്രതീക്ഷിതമാണ് പലയിടത്തെയും മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് ജയിക്കും, ആരുടെ ജയത്തെയാണ് പുതിയ സമവാക്യങ്ങൾ ബാധിക്കുക എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന മിനിറ്റ് തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. സാഹചര്യം ഏതായാലും നമുക്കിനി പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെയും പ്രവചനാതീതമായ നിരവധി മണ്ഡലങ്ങളുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം LDFിനായിരുന്നുവെങ്കിൽ ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിലുണ്ട്. ആറന്മുളയിലൊക്കെ കുമ്മനം രാജശേഖരൻ നടത്തുന്ന പോരാട്ടമുണ്ട്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുള്ള ഒരു ജില്ലയാണ്. ശ്രീനാരായണൻ, ഏറ്റവും ഒടുവിലത്തെ പ്രചരണ ദിവസം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, കാഴ്ചകൾ? രാജ്യത്തെ ആവേശകരമായ ഒരു കുട്ടിക്ലാസ് ശേഷം ഒരു പടിയിറക്കം എന്ന് നമ്മൾ പറയില്ലേ, സ്വാഭാവികമായി അത്തരത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇതിന്റെ വലിയ രീതിയിലാണ് 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു കുട്ടിക്ലാസിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രവർത്തകരും ആവശ്യമായിരുന്നു. എന്തായാലും കുട്ടിക്ലാസം കഴിഞ്ഞു. ഇന്ന് മുതൽ നിശബ്ദ പ്രചരണമാണ്. ആ നിശബ്ദ പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വ്യക്തികളെ കാണാനും സഭാ നേതാക്കളെ അങ്ങനെ അവർക്ക് വ്യക്തിപരമായുള്ള ചില ബന്ധങ്ങളെ കൊണ്ട് അവിടെ കേക്ക് ആണെന്നുള്ള തിരക്കിലാണ് പ്രവർത്തകർ. ഈ പറയുന്ന വോട്ട് സ്ലിപ്പുകളും മറ്റുള്ള സ്ലിപ്പുകളൊക്കെ വിതരണം ചെയ്ത തിരക്കിലാണ്. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഈ 3 മുന്നണികളും വയ്ക്കുന്നു. ആര് ജയിക്കും, ആര് ഇതിൽ നിന്നും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് 5 മണ്ഡലങ്ങളും വിജയിക്കാനായി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. നിലവിലുള്ള സാഹചര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാറി പറയുന്ന സാഹചര്യമുണ്ടായി. അത് വീണ്ടും UDFിലേക്ക് പോകുന്ന രീതിയിലേക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള മാറി മറിയുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അതോടുകൂടി തന്നെ രാഷ്ട്രീയം പത്തനംതിട്ടയിലെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFന് എത്ര സീറ്റുകൾ ലഭിക്കും, UDFന് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആശങ്കയുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ അമിതമായ ഒരു ആത്മവിശ്വാസം UDF കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.